രാവിലെ മുതൽക്ക് തന്നെ മൂഡ് ഔട്ടാണ്. ഒരു സന്തോഷവുമില്ല. ആരെങ്കിലും വന്നിട്ട് കുശലം ചോദിച്ചാലും മറുപടി പറയാൻ ഒരു മൂഡുമില്ല. വൈകുന്നേരം വരെ അങ്ങനെ ഇരിക്കും. ഭാര്യ എന്ത് കൂട്ടാണ്ടാക്കിയാലും നന്നാന്നൊരു വരി പറയില്ല. ഒരു സുഹൃത്തുണ്ട്, ഭയങ്കര ദുഷ്ടനാണ്. നാട്ടുകാരുടെ മുമ്പിൽ മഹാപ്രമാണിയാണ്. ഭാര്യ സ്വകാര്യതയായി പറഞ്ഞാണ് ഇത്രയും കാലം ചോറും കൂട്ടാനും വെച്ചുണ്ടാക്കിയിട്ട് ഒരു ദിവസം പോലും നന്നായിട്ടുണ്ട് തോന്നുന്നൊരു വരി പറയിച്ചിട്ടില്ല. ഈ വരി ഭാര്യ പറഞ്ഞതോട് കൂടി എനിക്ക് അയാളോട് വെറുപ്പ് തോന്നി. എന്തപ്പോ ഈ മൂഡ് ഔട്ടിന്റെ കാര്യം, സ്നേഹമില്ലായ്മയുടെയും കാരണം? പ്രകൃതിയിൽ നിന്ന് നമ്മൾ വേർപെട്ടു. പ്രകൃതി അവിടെ വേറെ വെക്കണു. ഇവിടുത്തെ വൃക്ഷലതാദികള്, വീടുകള്, ചുറ്റുമുള്ള ആളുകളൊക്കെ വേറെ വെക്കണു. ഞാൻ അതിൽ നിന്ന് വേർപെട്ടു. ഇതപ്പോ പ്രധാന പ്രോബ്ലം. രോഗത്തിന്റെ കാര്യം, മനോവിഷമത്തിന്റെ കാര്യമൊക്കെ എന്താ വെച്ചാൽ പ്രകൃതി ഇങ്ങനെയാണ്. പ്രകൃതി ഇങ്ങനെ നിലവിളിക്കുന്നുണ്ടോ? അയ്യോ മുട്ടുവേദന എന്നും പറഞ്ഞിട്ട് പ്രകൃതി നിലവിളിക്കുന്നില്ല, ഞാൻ നിലവിളിക്കുന്നു. പ്രകൃതിയിൽ നിന്ന് വിട്ടു. എന്താ പ്രകൃതിയിൽ നിന്ന് വിടുക എന്ന് പറയാൻ കാരണം? പ്രകൃതിയുടെ സ്വഭാവം എന്താ? നിലവിളിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ജനിക്കാനിരിക്കുന്ന പേരക്കുട്ടിയുടെ 28-ന് ആ സദ്യക്ക് വേണ്ടുന്ന അരി പ്രകൃതി ഇപ്പൊ അവിടെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അരിയാണ് അന്ന് ഉപയോഗിക്കണത്. അന്ന് ഉപയോഗിക്കുന്ന തെങ്ങ് അവിടെ നിന്ന് തപസ് ചെയ്തിട്ട് ഉണ്ടാക്കണത് തേങ്ങ അന്ന് ഉപയോഗിക്കാനുള്ളതാണ്. അന്നൊക്കെയുള്ള പച്ചക്കറിക്ക് വേണ്ടിയിട്ട് ഈ വരണ്ട ഭൂമിയുടെ അടിയിൽ നിന്ന് ജലാംശം എടുത്തിട്ട് പച്ചക്കറി ഉണ്ടാക്കുകയാണ്. എന്റെ ഒരു ഗുരുനാഥൻ എന്നോട് പറഞ്ഞു കേൾക്കാൻ കണ്ണ് നനയ്ക്കുന്ന ഒരു വാക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും. തരുക്കൾ എന്നാണ് വിളിക്കുക വൃക്ഷങ്ങളെ. വൃക്ഷം എന്ന് വിളിക്കുമ്പോൾ വേറെ അർത്ഥമുണ്ടോ കേട്ടോ. തരുക്കൾ എന്ന് വേണം വിളിക്കാൻ. എല്ലാം നമുക്ക് തരുന്നു, അതാണ് തരുക്കൾ. അവർക്കൊന്നും വേണ്ട. വീട്ടുമുറ്റത്ത് ഇപ്പൊ കാര്യമായിട്ട് ഒരു മാവേ എനിക്കുള്ളൂ. ഞാൻ അശോകസുന്ദരി എന്ന് പേരിട്ടിരിക്കണ മാവ്. ഇപ്പൊ മാങ്ങയുടെ സീസൺ കഴിഞ്ഞു. അടുത്ത കൊല്ലം എനിക്ക് തിന്നാനായിട്ട് മാങ്ങ ഉണ്ടാക്കാൻ അവിടെ നിന്നിട്ട് പാവം തപസ് ചെയ്യപ്പോ ഞാൻ ഒന്നും കൊടുക്കുന്നില്ല. ഇങ്ങോട്ട് വരുന്ന കൊമ്പൊരു ദുരിതമായി മാറിയിരിക്കണു, ഇല കൊഴിയണു, എന്നാ അതാണ് മുറിച്ചോ. ഇതാ നമ്മുടെ മനസ്സ്. 30 ദിവസം കഴിയുമ്പോ തേങ്ങ ഇടാൻ ആള് വരുമ്പോ അതുമ്പോ തേങ്ങ ഉണ്ടാവണമ്പോ വല്ല നന്ദിയുണ്ടോ? ഇപ്പോഴേ പണി ഇറങ്ങണ്ടേ തെങ്ങ്. പൂക്കൾ നമുക്ക് സന്തോഷം തരുന്നു. അമ്പലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തുളസി ഇങ്ങനെ പൊട്ടിച്ചിട്ട് വേരോട് കൂടി പറിച്ചിട്ട് എല്ലാം നമുക്ക് തരികയാണേ. ചുറ്റുമുള്ള ജീവജാലങ്ങളെ. പ്ലാവ് ചക്ക തരുന്നു, പ്ലാവില തരുന്നു. അതിന്റെ തടി കൊണ്ട് അതിനെ അങ്ങോട്ട് നിഷ്കരുണം മുറിച്ച് തടി കൊണ്ട് പ്ലാവിന്റെ വിലയ്ക്ക് വലിയ വിലയാണ്. കവുങ്ങ് അടക്ക തരുന്നു. ഒക്കെ തരലാണ് ഇവിടെ. കവുങ്ങ് മാത്രമല്ല സകലതും നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. പ്രകൃതിയുടെ സ്വഭാവം അതാണ്. നമ്മൾ നേരെ തിരിച്ചാണ്. അതല്ല ഇപ്പൊ ഈ മൂടൗട്ടിന്റെയും വിഷമത്തിന്റെയും കാരണം. നമ്മളൊന്നും കൊടുക്കാതിരിക്കുകയാണ്. എല്ലാം നമുക്ക് തരുന്നു. ജീവജാലങ്ങളുടെ കാര്യം, കുട്ടിയെ ഗർഭിണിയായി പ്രസവിച്ച
പശുവിന് അരി കഴുകി വെള്ളം മാത്രം പശുവിന്. അരി നമ്മൾ എടുത്തു, നെല്ലുകൾ എടുത്തു, എന്നിട്ടോ വൈക്കോലോ അത് നമുക്ക് വേണ്ട പശുവിന്. ആട്ടിയിട്ട് ഓയിൽ ഇങ്ങോട്ട് എടുത്തു, ബാക്കിയോ പിണ്ണാക്ക് അത് പശുവിന്. രാത്രിയിലത്തെ ചോറ് കുറച്ച് ബാക്കി ഉണ്ടായി, അത് ഇപ്പൊ ആർക്കും തിന്നണ്ട, അപ്പൊ അതൊക്കെ പശുവിന്. ഇത്രയും കഴിഞ്ഞിട്ട് ആ പശു നമ്മളെ കുടുംബാംഗമായിട്ടാ കരുതുന്നത്. അവിടെ കുട്ടികൾക്ക് അസുഖം വന്നാൽ പശു കരയുന്ന കഥ വേറെ ദിവസം ഞാൻ പറയാം. അതിനൊരു കുട്ടി ജനിച്ചു. ഇപ്പൊ കുട്ടി ജനിക്കുന്ന രീതി നമുക്കറിയാമല്ലോ. പ്രകൃതിയുടേതായിട്ടുള്ള ഒരു സന്തോഷവും വിനോദവും കൊടുക്കാതെ കുട്ടിയെ പ്രസവിച്ചു. പ്രസവിച്ച ഉടനെ കുട്ടിയെടുത്ത് മാറ്റുന്ന ഒരു സിസ്റ്റമുണ്ട്. അതിന്റെ കുട്ടി അതിനൊന്നും തലോടണ്ടേ? പ്രകൃതിയുടെ ധർമ്മല്ലേ, സമ്മതിക്കില്ല. അത് കഴിഞ്ഞിട്ട് യന്ത്രം കൊണ്ട് ആ പാല് മുഴുവൻ കൊടുത്തു. അതും കഴിഞ്ഞിട്ട് അതിനോടുള്ള ക്രൂരത ഞാൻ ഇപ്പൊ വിവരിക്കുന്നില്ല. അതായത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട അതിക്രൂരമായ കാര്യങ്ങൾ ഉണ്ട്. ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ്, ഓരോരുത്തരോടും ചോദിച്ചിട്ട്. ഒടുവിൽ അതിന് നടക്കാൻ വയ്യാതെയായി, കശാപ്പുകാരന് കൊടുത്തു. എല്ലാം കൂടി തരുവാണ്. ആ കശാപ്പ് ശാലക്കാരൻ ചെയ്യുന്ന ക്രൂരത ഞാൻ വിസ്തരിക്കുന്നില്ല. അതിന്റെ തോല് തന്നു ചെരുപ്പ് ഉണ്ടാക്കാൻ. എല്ലാം നമുക്കാണ്. ചാണകം അങ്ങനെ കൊണ്ടുപോയിട്ട് വളമായിട്ടു. കുതിര, ഹിമാലയത്തിലെ കുതിരകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് എല്ലാം മറ്റുള്ളവർക്ക്. ഞാനോ അങ്ങോട്ടൊന്നുമില്ല കേട്ടോ, ഒരു കാര്യമില്ല. അല്ല, നിങ്ങൾക്കൊരു നല്ല വാക്ക് പറഞ്ഞുകൂടെ? നല്ല വാക്ക് പറയാനൊന്നും എന്നെ കിട്ടില്ല. അങ്ങനെ നല്ല വാക്ക് പറഞ്ഞിട്ട് വല്ലോനൊക്കെ അവസാനം പിടിച്ചാൽ കിട്ടില്ല. നമ്മൾ വല്ലാതെ പൊക്കരുത് വേറെ ആൾ. ശ്രദ്ധിക്കണം, ആരും നമ്മൾ പൊക്കരുത്. അവനങ്ങോട്ട് പൊന്തിയിട്ട് തല തട്ടുമ്പുറത്തെത്തി. എന്നിട്ടോ ചരുക്കളുടെ ഓപ്പോസിറ്റായി എടുത്ത് വെക്കുക. എടുത്ത് വെച്ച് ഒരു സന്യാസിക്ക് വിദേശത്ത് നടന്ന സംഭവം. നല്ലൊരു കളിക്കോപ്പ് കിട്ടി. അപ്പോ സ്കൂളിന്റെ മേലധികാരിയാണ് ഈ സന്യാസി. ആ സന്യാസി അത് കുട്ടികൾക്ക് കൊടുത്തില്ല. എന്നോട് പറഞ്ഞു, കുട്ടികൾക്ക് കൊടുത്താൽ അവർ കേടെടുത്തു. ഞാൻ ഏറ്റവും താഴെയുള്ള അലമാറയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുക. ദിയപ്പ മരിച്ചു. എന്തേ കളിക്കോപ്പ് കൊണ്ട് കാര്യം ഉണ്ടായി? അതെടുത്ത സന്യാസി എല്ലാം ഉപേക്ഷിച്ച ആളാ. സകലതും ഉപേക്ഷിച്ച സന്യാസിക്ക് ആ കളിക്കോപ്പ് കുട്ടികൾക്ക് കളിക്കാൻ കൊടുത്തില്ല. കുട്ടികൾ ഇപ്പൊ വലുതായിട്ടുണ്ടാവും. എടുത്തു വെക്കുക. നേരെ തിരിച്ചാവുമ്പോ പ്രകൃതിക്ക് നേരെ എതിരായി. പ്രകൃതി എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നു, തരുക്കൾ എല്ലാം തന്നുകൊണ്ടിരിക്കുന്നു. പൂക്കൾ അവരുടെ മന്ദഹാസം എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ഒരു ജലാശയം അതിന്റെ കുളിർമ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അങ്ങനെ എടുത്തു വെക്കുകയാണ് കുട്ടികൾക്കുള്ള കളിക്കോപ്പുകൾ. മറ്റേ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടില്ല, എടുത്താൽ കേട് വരും. നേരെ തിരിച്ചാകുമ്പോ എന്ത് സംഭവിക്കും? ഏതൊന്ന് എടുത്തു വെച്ചുവോ അത് കേട് വരും. ഏതൊന്ന് എടുത്തു വെച്ചു, ഏതോ എവിടെ പോയിരുന്നപ്പോ ആരോ സമ്മാനിച്ച ഒരു മുണ്ട് അത് അലമാറയിലവിടെ വെച്ചു. ഇന്നലെ ഭാര്യ പറഞ്ഞു, ആ മുണ്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിച്ചുകൂടെ, അവിടെയാണ് വെച്ചിട്ടുണ്ട കാര്യം. നമ്മളായിക്കോട്ടെ, വക്കടിച്ചിട്ട് ഉപയോഗിച്ചാൽ മതി. വക്കടിക്കുമ്പോ പറഞ്ഞു, ഇതെങ്ങനെ ഒരു കറ വന്നത് തുമ്മല്? പുതിയ മുണ്ടിൽ വരാൻ സാധ്യതയില്ല. സംഭവം എന്താ? കുറച്ചു ദിവസം ഇരുന്നപ്പോ അതിന് ദ്രവിക്കണം. ഏതൊന്ന്
ഒരിടത്ത് അനക്കാതെ വെച്ച് എന്ത് സംഭവിക്കും? യന്ത്രം വർക്ക് ചെയ്യാതെ വെച്ചാൽ എന്താവും? അത് കേടുവരും. വാതിൽ അടയ്ക്കൂല, തുറക്കൂല, അപ്പൊ എന്ത് സംഭവിക്കും? വീട് പണിത ദിവസം അടച്ചിടുകയാണ് വാതില്. പിന്നെ 40 കൊല്ലമായി വീട് പണിതിട്ട് ഇതുവരെയും ആ വാതിൽ പിന്നെ തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്തിട്ടില്ല. കേടുവരില്ലേ? ദ്രവിക്കില്ലേ? കരുക്കളോട് ചേരുന്നതിന് പകരം നേരെ ഓപ്പോസിറ്റായ ജീവിതം നയിക്കുമ്പോ എടുത്തു വെക്കുന്നത് എന്തും കേടുവരും, എന്തും നശിക്കും. ശരീരത്തിലും കുറെ തിന്നതിന് ശേഷം അനങ്ങാതെ അവിടെ ഇരുന്നു എടുത്തു വെക്കുമ്പോ അത് ദ്രവിച്ച് പോകുന്നു. മൂഡൌട്ടിന്റെ വലിയൊരു കാര്യം പ്രകൃതിയുമായിട്ട് ചേരുന്നതാണ്. പ്രകൃതിയുടെ സ്വഭാവം എല്ലാം കൊടുക്കുക എന്നാണ്. നമ്മളിപ്പോ എല്ലാം കൊടുക്കണമെന്നൊന്നും ഇപ്പൊ പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല. ഇങ്ങനെയാണ് കാര്യം എന്നൊന്നും മനസ്സിലാക്കുന്നത് ഗുണം ചെയ്യും. ധന്യമീ ജീവിതത്തിൽ വലിയ കാര്യങ്ങളൊന്നും പറയേണ്ട പ്രാപ്തിയോ അറിവോ എനിക്കില്ല. പല വിഷയം നമ്മൾ ഒരുമിച്ച് പങ്കിടുക എന്നതായതുകൊണ്ടാണ് അവസാനത്തെ വരി ചിന്തയ്ക്ക് വിടുന്നു.